എന്റെ ഫാമിലിയിൽ കല്യാണം. ഫാമിലി വെഡിംഗ് സെന്റർ. 2026 മന്ദാരം ലിറ്ററേച്ചർ ഓഫ് ലവ് കാവ്യ പുരസ്കാരത്തിന് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 30ഓളം യുവ പ്രതിഭകൾ അർഹരായി. ഓഗസ്റ്റ് 23 പാലക്കാട് തസ്രാക്കിൽ നടക്കുന്ന സാഹിത്യ സംഗമത്തിൽ പ്രതിഭകൾക്ക് ബഹുമതി പത്രവും ആദരവും സമ്മാനിക്കുമെന്ന് സംഘാടകർ തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ മന്ദാരത്തിന്റെ 3 കൃതികളുടെ കവർ പേജിന്റെ പ്രകാശനവും നടന്നു. പ്രമുഖ കഥാകൃത്ത് വൈശാഖൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ കെ എസ് വെങ്കിടാചലം, ചലച്ചിത്ര സംവിധായകൻ കെ വി മധു, ചലച്ചിത്ര താരം രമാദേവി, ലോക കേരള സഭ അംഗം പി കെ കബീർ സലാല തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. മന്ദാരം പബ്ലിക്കേഷൻസ് ഓരോ വർഷങ്ങളിലായി നമ്മൾ സാഹിത്യ പുരസ്കാരവും കാവ്യ പുരസ്കാരവും പ്രഖ്യാപിക്കാറുണ്ട്. അത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 14 ജില്ലകളിൽ നിന്നായി അവരുടെ സാഹിത്യ സർഗ സൃഷ്ടികളെ പരിഗണിച്ചുകൊണ്ട് ജഡ്ജ്മെൻറ്റിലൂടെ മികച്ച രചനകളെ തിരഞ്ഞെടുത്ത് അവർക്ക് കാവ്യ പുരസ്കാരങ്ങളും സാഹിത്യ പുരസ്കാരങ്ങളും നൽകുകയാണ് സാധാരണ മന്ദാരം പബ്ലിക്കേഷൻ ചെയ്തു വരാറുള്ളത്. ചടങ്ങിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പുറത്തിറങ്ങുന്ന കവി എ.ടി. അബൂബക്കർ രചിച്ച ലാസ്റ്റ് പെഗ് എന്ന കൃതി ഉൾപ്പെടെയുള്ള 3 പ്രധാന സാഹിത്യ കൃതികളുടെ പ്രകാശനവും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പുരസ്കാര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിരുന്ന വാർത്താസമ്മേളനത്തിൽ മന്ദാരത്തിന്റെ 3 കൃതികളുടെയും കവർ പേജിന്റെ പ്രകാശനവും നടന്നു. അപ്പോൾ ഞങ്ങളുടെ മന്ദാരം പബ്ലിക്കേഷൻസിൻ്റെ 3 പുസ്തകങ്ങളുടെ കവർ പേജിൻ്റെ പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കുന്നത്. വെങ്കിടാചല സാറും രമാദേവി മാഡം എ.ടി. അബൂബക്കർക്കും അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. സാഹിത്യം സ്നേഹത്തിനുള്ളതാണ്, അല്ലാണ്ട് എന്തെങ്കിലും വർഗീയത പരത്താനോ അല്ലെങ്കിൽ ചീത്തക്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ആവരുതെന്നുള്ള വലിയൊരു നിർബന്ധം മന്ദാരത്തിനുണ്ട്. പുതിയ ആൾക്കാരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക, അതിനുള്ള സഹായങ്ങൾ ചെയ്യുക എന്നതാണ് മന്ദാരം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്ദാരം ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ റഷീദ് വെന്നിയൂർ, എഴുത്തുകാരൻ കെ എസ് വെങ്കിടാചലം, കവി എ.ടി. അബൂബക്കർ, മന്ദാരം ബ്രാൻഡ് അംബാസഡർ രമാദേവി, കവിയത്രി ഷീന മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു.